ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഈ വീഡിയോ എപ്പോൾ നിങ്ങളിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് എന്താ പറയുക, ഏപ്രിൽ 30 എൻ്റെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇപ്പോൾ രാവിലെ ഒരു 7 മണി 7:15 ആയിട്ടുണ്ടാവും. എന്താ പറയുക, ഞാൻ പ്രഗ്നൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിന് പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തായിരിക്കും ഏതായിരിക്കും എന്ന് നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് സ്കാനിങ്ങിലാണല്ലോ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ എന്താകുമെന്നറിയില്ല. എന്തായാലും എനിക്കത് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം, എപ്പോഴും കൂടെ ഉണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പയ്യെ അറിയിക്കാം. ടെൻഷനുണ്ടോ ഗൈസ്? ടെൻഷൻ ഉണ്ടാവും കേട്ടോ. എനിക്കുണ്ട് ടെൻഷൻ, രഞ്ജുവിനുണ്ട് ടെൻഷൻ. പക്ഷെ അമ്മ അച്ഛനും ഭയങ്കര കൂളായിരുന്നു. പോയിട്ട് വരാൻ പറഞ്ഞു. ഇന്നലെ രഞ്ജു കിടന്നുറങ്ങിയിട്ടില്ല. രഞ്ജുവിന് ടെൻഷൻ അടിച്ചിട്ട് രഞ്ജുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എന്താണെങ്കിലും ഏതാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? അതെ. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്നുള്ളത് ഞാൻ പറയാട്ടോ. അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് മെഡിവിഷനിലാണ്. മെഡിവിഷനിൽ നേരത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം വീടിനടുത്തായതുകൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെന്ന് സ്കാൻ ചെയ്യാൻ സാധിച്ചു. എൻ്റെ ആയിരുന്നു ഫസ്റ്റ് സ്കാനിങ്. അതെ, ഫസ്റ്റ് സ്കാനിങ് എൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം ഫസ്റ്റ് സ്കാനിങ് എന്ന് പറയുന്നത് ഏർലി സ്കാനിങ് ആണ്. ഈ ഏർലി സ്കാനിങ്ങിൽ ആക്ച്വലി അതെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി യൂട്രസിലാണോ അല്ലെങ്കിൽ ട്യൂബിലാണോ, കംഫർട്ട് സ്പേസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞത് 7th വീക്കിലാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ അറിഞ്ഞതുകൊണ്ട് 5 വീക്കിൽ പോയിട്ട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് സ്കാനിങ് 5 വീക്കിലായിരുന്നു എൻ്റെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പോയിട്ട് ഞാൻ ആകെ ഛർദ്ദിച്ച് ആകെ വശം കിട്ടും. കാര്യം ഈ ബ്ലാഡർ നിറച്ച് വെള്ളം ഫില്ല് ചെയ്യണം, എന്നാലേ സ്കാനിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയണ്ട. സ്കാനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങാനും ഞാൻ ഛർദ്ദിക്കൽ ഒപ്പമായിരുന്നു. അതിനുശേഷം ക്ഷീണിതയായിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. ബേബി എല്ലാം പക്ക ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോഴേക്കും. പക്ഷേ ഹാർട്ട് ബീറ്റ് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 7 വീക്കൊക്കെ ആകുമ്പോഴേ ഹാർട്ട് ബീറ്റ് കാണിക്കത്തുള്ളൂ. സോ നിങ്ങളൊന്നും കൂടി 7 വീക്കിൽ വന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേ നമുക്കിത് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 7th വീക്കിൽ വന്നിട്ട് സ്കാൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു 4 മാസം വരെയുള്ള ജേണി ഞാൻ ഇതിലങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിനുശേഷം 7th വീക്കിലെ സ്കാനിങ് കണ്ടു. അപ്പം അതെല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് NT സ്കാൻ ചെയ്തു. NT സ്കാനും ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡബിൾ മാർക്ക് ചെക്കപ്പും കൂടി ഉണ്ടായിരുന്നു. അതും ഓക്കെ ആയിരുന്നു. എല്ലാം ഓക്കെ ആയി ഇതുവരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മാസമായി. ഇനി 5ാം മാസത്തിലൊരു സ്കാനിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ഞാൻ കാണിക്കാം. ഞാനിവിടെ ഫസ്റ്റ് സ്കാനിങ്ങിൽ ബേബിയുടെ ഒരു ഗ്രോത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു കുന്നിക്കുരുവും അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോൾ. NT സ്കാനിൽ ഞാൻ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നതിൽ വലിയൊരു കാര്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.